ഇസ്രായേലിലെ ഏറ്റവും വലിയ എയർപോർട്ടായ ബെൻഗൂറിയോൺ എയർപോർട്ട് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നു. ഹൂത്തികളുടെ മിസൈലുകൾ എയർപോർട്ടിൽ പതിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പലസ്തീൻ 2 എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ടാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൂത്തികൾ അതിനുശേഷം ബ്രിട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള, ഇംഗ്ലണ്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലും ചെങ്കടലിൽ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ട് അതിനുശേഷം വന്നിരുന്നു. എയർപോർട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ ആദ്യം സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം വീണ്ടും മിസൈലുകളെ ഭയക്കുന്ന രീതിയിലേക്ക് ബങ്കറുകളിൽ ഒളിക്കേണ്ട ഗതികേടാണ് ഇസ്രായേലി ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളും ഒക്കെ വീണ്ടും ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് പതിക്കുന്നു. ഇതിന് മരണം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ലോകോത്തരമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് അത്ര ശതമാനം ആക്യുറസി അതിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപും ഹൂത്തികൾ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഹൂത്തി ആക്രമണം വീണ്ടും ഉണ്ടാവുന്നത്. ഇസ്രായേലിലെ ബെൻഗൂറിയോൺ എയർപോർട്ട് പലസ്തീൻ 2 മിസൈലുകൾ കൊണ്ടാണ് ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. ഏതായാലും ഹൂത്തി ആക്രമണത്തിൻ്റെ പുതിയ വിവരങ്ങൾ വരാനുണ്ട്. നാശനഷ്ട കണക്കുകളുടെ വിവരങ്ങൾ വരാനുണ്ട്. ഹൂത്തികളുടെ വക്താവ് യഹിയാസ് സാരി പറഞ്ഞത്, നേരത്തെ തന്നെ പല ആക്രമണങ്ങളിലും ഹൂത്തി വക്താവ് ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീന് എതിരെ, ഗസയ്ക്കെതിരെ നടത്തുന്ന വംശഹത്യക്കെതിരെ തങ്ങളുടെ രീതിയിലുള്ള ചെറുത്തുനിൽപ്പാണ്. അതുവരെ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് അവർ തുടരുന്നത്. ഏതായാലും ആക്രമണങ്ങൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ്.